ലക്കൂത്തുർമ നിയോജകമണ്ഡലത്തിലെങ്കിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സേഫാണ്. യാതൊരു വിധമില്ല, യാതൊരു തർക്കവുമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇത്തവണ ശക്തമായ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൂത്തുപറമ്പ്. കെ പി മോഹനൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ PR കുറുപ്പ്, കെ പി മോഹനൻ തുടങ്ങിയ അധികായരായ നേതാക്കൾ കൈവെള്ളയിൽ വെച്ചിരുന്ന കൂത്തുപറമ്പ് നിയോജകമണ്ഡലം ഇത്തവണ കെ പി മോഹനൻ മത്സരരംഗത്തില്ല. പകരം PK പ്രവീൺകുമാറാണ്. അദ്ദേഹം RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് മുസ്ലിം ലീഗിലെ ജയന്തി രാജനാണ്. അതുകൊണ്ട് തന്നെ പോരാട്ടം ശക്തമാണ്. ഇത്തവണത്തെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് പങ്കുവയ്ക്കാൻ ഇപ്പോൾ PK പ്രവീൺകുമാർ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ആദ്യം തന്നെ ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് ഇത്തവണത്തെ പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ മോശമില്ല, എന്തായാലും വിജയിപ്പിക്കുന്ന പ്രതീക്ഷയായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. കെ പി മോഹൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ PR കുറുപ്പ്, കെ പി മോഹൻ ഇവരൊക്കെ ഒരു കൈവെള്ളയിൽ വെച്ച് അമ്മാനമാടിയ ഒരു മണ്ഡലം എന്നുള്ള ഒരു ഇതുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. ഒപ്പം തന്നെ RJDയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തവണ LDF വോട്ടുകൾ മുഴുവൻ സമാഹരിക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം 100% വോട്ട് സമാഹരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരനാണ് ഞാൻ. നാട്ടിലെല്ലാ മേഖലയായിട്ട് ബന്ധമുണ്ട്. ജാതി മതഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ പ്രതീക്ഷയുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇത്തവണ UDF കണ്ണൂർ ജില്ലയിൽ പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്ന് കൂത്തുപറമ്പാണ്. അവർ പറയുന്നു നേരത്തെ UDFന് ലഭിച്ചിട്ടുണ്ട്. അത് കെ പി മോഹൻ അന്ന് കെ പി മോഹൻ UDF പോയപ്പോൾ അന്ന് മോനാട്ടനാണ് അവിടെ വിജയിച്ചത്. അല്ല, ഇത്തവണ അത് UDF അവിടെ പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടോ? ഒരു സ്ഥാനാർത്ഥിയും താഴ്ത്തി കാണുന്നില്ല. പക്ഷേ എല്ലാ സ്ഥാനാർത്ഥിയുടെ വെല്ലുവിളി വിളിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ നാട്ടുകാരൻ എന്ന നിലയിലുള്ള പ്രതീക്ഷയും വെച്ചിട്ട് ഞാൻ എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ഈ LDFനകത്ത് RJD പലതവണ അവഗണിക്കപ്പെട്ടു എന്നൊരു ആക്ഷേപം RJD യോഗത്തിൽ തന്നെ അവരുന്നയിച്ചിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM പലയിടത്തും കാലുവരിയുന്നൊരു ആക്ഷേപമുണ്ട്. അത്തരം വെല്ലുവിളികൾ കൂത്തുപറമ്പിലുണ്ടാകുമെന്നുള്ളൊരു ഭയമുണ്ടോ? ലക്കൂത്തുർമ നിയോജകമണ്ഡലത്തിലെങ്കിലൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് സേഫാണ്. യാതൊരു വിധമില്ല, യാതൊരു തർക്കവുമില്ലാതെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. CPM തന്നെയാണ് മുന്നിൽ, CPM തന്നെയാണ് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മെയ് 4 വരുമ്പോൾ ഒരു MLA എന്ന രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. 100%. എല്ലാ ആശംസകളും. PK പ്രവീൺകുമാറാണ്. അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എല്ലാ വെല്ലുവിളികളെയും അതിജയിച്ചുകൊണ്ട് ഇത്തവണയും കൂത്തുപറമ്പിൽ RJDക്ക് തന്നെ വിജയിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.